എല്ലാവർക്കും ASAPന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നവോത്ഥാന നായകന്മാരുടെ ക്ലാസ്സുകൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ഡോക്ടർ പൽപ്പുവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഡോക്ടർ പൽപ്പുവിനെ കുറിച്ചുള്ള എല്ലാ പോയിൻറ്സുകളും നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ ലഭിക്കുന്നതാണ്. ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഈയിടെയായിട്ട് നവോത്ഥാനം ഇപ്പം 10th ലെവൽ പ്രിലിംസൊക്കെ ആണെങ്കിൽ തന്നെ നവോത്ഥാനം ഒരുപാട് കയറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം എല്ലാവരും ക്ലാസ് കാണണം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കണം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. ഡോക്ടർ പൽപ്പ് 1863 നവംബർ 2 തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിൽ നെടുങ്കോട്ട് ഭവനത്തിൽ ഭഗവതി പത്മനാഭൻ്റെയും മാതാ പെരുമാളിൻ്റെയും മകനായി കുട്ടിയപ്പി ജനിച്ചു. ബാല്യകാലനാമം കുട്ടിയപ്പി എന്നായിരുന്നു. അദ്ദേഹം ജനിച്ചത് 1863 നവംബർ 2 തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിൽ. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് നെടുങ്കോട്ട് ഭവനം. ഓർത്തു വയ്ക്കണം, നെടുങ്കോട്ട് ഭവനം വീട്ടുപേര് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഭഗവതി പത്മനാഭൻ, മാതാവ് മാതാ പെരുമാൾ. ബാല്യകാലനാമം കുട്ടിയപ്പി. യഥാർത്ഥ പേര് പത്മനാഭൻ പൽപ്പു. അതാണ് ഡോക്ടർ പി പൽപ്പു എന്ന പേരിൽ നമ്മൾ വിളിക്കുന്നത്. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ഡിഗ്രി എടുത്ത ആദ്യത്തെ വ്യക്തി. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടിയെടുത്ത ആദ്യ വ്യക്തിയാണ് ഡോക്ടർ പി പൽപ്പു. എന്നാൽ ഈഴവ സമുദായത്തിൽ നിന്നും ബിരുദം നേടിയ ആദ്യ വ്യക്തി അദ്ദേഹത്തിൻ്റെ സഹോദരനായ വേലായുധനാണ്. ഈഴവ സമുദായത്തിൽ നിന്നും ബിരുദം നേടിയ ആദ്യത്തെ വ്യക്തി അദ്ദേഹത്തിൻ്റെ സഹോദരനായ വേലായുധൻ. ഈഴവനായതിനാൽ തിരുവിതാംകൂർ മെഡിക്കൽ സർവീസിൽ അവസരം നിഷേധിക്കപ്പെട്ട വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു. ഈഴവനാണ് എന്ന കാരണം കൊണ്ട് മെഡിക്കൽ സർവീസിൽ, തിരുവിതാംകൂറിലെ മെഡിക്കൽ സർവീസിൽ ഇദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല. 1884 അദ്ദേഹത്തിന് എൻട്രൻസ് പരീക്ഷ പാസ്സായെങ്കിലും അദ്ദേഹം ഈഴവനായതുകൊണ്ട് തിരുവിതാംകൂർ സർക്കാർ അദ്ദേഹത്തിന് അവസരം നിഷേധിച്ചു. അദ്ദേഹം വൈദ്യശാസ്ത്ര പഠനത്തിനായി 1885 മദ്രാസ് മെഡിക്കൽ കോളേജിൽ പോയി ചേർന്നു. വൈദ്യശാസ്ത്രം പഠിക്കുന്നതിന് വേണ്ടി പൽപ്പു 1885 മദ്രാസ് മെഡിക്കൽ കോളേജിൽ പോയി ജോയിൻ ചെയ്യുകയും 1890 അദ്ദേഹം ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു. 1890 അദ്ദേഹം ബിരുദം കരസ്ഥമാക്കുകയും ചെയ്തു. LMS പരീക്ഷ പാസ്സായത് കൊണ്ട് തന്നെ, LMS പരീക്ഷ എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇൻ മെഡിക്കൽ സർവീസ്, LMS പരീക്ഷ പാസ്സായതുകൊണ്ട് മദ്രാസിലെ വസൂരി പ്രതിരോധ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് ജോലിയും ലഭിച്ചു. LMS പരീക്ഷ പാസ്സായതുകൊണ്ട് മദ്രാസിലെ വസൂരി പ്രതിരോധ സ്ഥാപനത്തിൽ 1890 തന്നെ അദ്ദേഹത്തിന് ജോലി ലഭിച്ചു. പിന്നീട് അദ്ദേഹം 1891 മൈസൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറി. 1891 അദ്ദേഹം മൈസൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറി. മൈസൂർ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി ഉന്നത ബിരുദം കരസ്ഥമാക്കി. മൈസൂർ ഗവൺമെൻറ് അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയി ഉന്നത ബിരുദം കരസ്ഥമാക്കി. ഇങ്ങനെ അവസരം ലഭിച്ച ആദ്യ വ്യക്തി, ഈഴവ സമുദായത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തിയും കൂടിയായിരുന്നു ഡോക്ടർ പി പൽപ്പു. അദ്ദേഹം മൈസൂരിലെ ജയിൽ സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചിരുന്നു. മൈസൂരിൽ ജയിൽ സൂപ്രണ്ടായി സേവനമനുഷ്ഠിച്ചു. അതുപോലെ ബറോഡയിൽ സാനിറ്ററി ഉപദേഷ്ടാവായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മൈസൂരിൽ ജയിൽ സൂപ്രണ്ടായും ബറോഡയിൽ സാനിറ്ററി ഉപദേഷ്ടാവായും പൽപ്പു സേവനമനുഷ്ഠിച്ചു. മൈസൂരിലുള്ള സമയത്ത് അദ്ദേഹം
മൈസൂരിലെ വാലിഗർ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിൽ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് പൽപ്പു. മൈസൂരിലെ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളാണ്, അറിയപ്പെടുന്ന പേരാണ് എന്ത്, വാലിഗർ സമുദായം. ഈ വാലിഗർ സമുദായത്തിൽപ്പെട്ട ആളുകൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിയ സമരത്തിൽ അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയും കൂടിയാണ് നമ്മുടെ ഡോക്ടർ പി പൽപ്പു. പൽപ്പുവിനും അദ്ദേഹത്തിൻ്റെ സമുദായത്തിനും തിരുവിതാംകൂറിൽ നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് എഴുതിയ ലേഖനമാണ് തിരുവിതാംകോട്ടെ തീയൻ. പൽപ്പുവിനും അദ്ദേഹത്തിൻ്റെ സമുദായത്തിനും തിരുവിതാംകൂറിൽ നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ച് പൽപ്പു എഴുതിയ ഒരു ലേഖനമാണ് തിരുവിതാംകോട്ടെ തീയൻ. തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം അദ്ദേഹം എഴുതിയത് മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പത്രത്തിലാണ്. മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന പത്രത്തിലാണ് തിരുവിതാംകോട്ടെ തീയൻ എന്ന ലേഖനം എഴുതിയത്. ഡോക്ടർ പൽപ്പു എഴുതിയ മറ്റൊരു പുസ്തകമാണ് ഏത്, ട്രീറ്റ്മെൻറ്റ് ഓഫ് തീയാസ് ഇൻ ട്രാവൻകൂർ. അദ്ദേഹം എഴുതിയ മറ്റൊരു പുസ്തകമാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് തീയാസ് ഇൻ ട്രാവൻകൂർ. മലബാർ വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട് മലബാർ ഇക്കണോമിക് യൂണിയൻ എന്ന ഒരു സംഘടനയും പൽപ്പു രൂപീകരിച്ചു. മലബാറിൻ്റെ വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ് മലബാർ ഇക്കണോമിക് യൂണിയൻ. സംഘടനയുടെ പേര് മലബാർ ഇക്കണോമിക് യൂണിയൻ. തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചതും പൽപ്പുവാണ്. തിരുവിതാംകൂർ ഈഴവ സഭ സ്ഥാപിച്ചത് പൽപ്പു. അതുപോലെ ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ, ഈഴവ മഹാസഭയുടെ സ്ഥാപകനും ഡോക്ടർ പി പൽപ്പു. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ അഥവാ മഹാ ഈഴവ സംഘം സ്ഥാപിച്ചതും ആരെന്നെയാണ്, ഡോക്ടർ പി പൽപ്പു. ഈഴവ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. ഈഴവ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ചത് ഡോക്ടർ പി പൽപ്പുവാണ്. മലയാളി മെമ്മോറിയലിൽ മൂന്നാമതായി ഒപ്പുവെച്ച വ്യക്തി ഡോക്ടർ പി പൽപ്പു. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന്. 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. 1891 ജനുവരി 1 10,028 ആളുകൾ 10,028 ആളുകൾ ഒപ്പുവെച്ച മെമ്മോറാണ്ടമാണ് മലയാളി മെമ്മോറിയൽ. ഇത് സമർപ്പിച്ചത് ശ്രീമൂലം തിരുനാളിന്. ആ സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ശങ്കര സുബ്ബയ്യയായിരുന്നു. ആ സമയത്തെ തിരുവിതാംകൂറിൻ്റെ ദിവാൻ ശങ്കര സുബ്ബയ്യ. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തിയും കൂടിയാണ് ഡോക്ടർ പി പൽപ്പു. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തിയും കൂടിയായിരുന്നു പൽപ്പു. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1896 ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1896. ഈഴവ സമുദായത്തിൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ 13,176 പേര് ഒപ്പിട്ട ഹർജിയാണ് ഈഴവ മെമ്മോറിയൽ. ഇത് സമർപ്പിച്ചത് 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാളിന്. 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാളിനാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സ്ത്രീ സമാജം, സംഘടനയുടെ പേര് സ്ത്രീ സമാജം എന്ന സംഘടനയുടെ ആദ്യത്തെ അധ്യക്ഷ മാതാ പെരുമാളായിരുന്നു. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയാണ് സ്ത്രീ സമാജം. ഈ സംഘടനയുടെ ആദ്യ അധ്യക്ഷ മാതാ പെരുമാൾ
പൽപ്പുവിൻ്റെ അമ്മയാണ് മാതാ പെരുമാൾ. 1904 സ്ത്രീ സമാജം സ്ഥാപിക്കുന്നത്. 1904 ശ്രീനാരായണ ഗുരു സ്ത്രീ സമാജം എന്ന സംഘടന സ്ഥാപിക്കുന്നത്. പൽപ്പുവിൻ്റെ ആദ്യകാല ഗുരു പേട്ടയിൽ രാമൻ പിള്ള ആശാൻ. SNDPയുടെ ആദ്യത്തെ വൈസ് പ്രസിഡൻ്റായിരുന്നു ഡോക്ടർ പി പൽപ്പു. SNDPയുടെ ആദ്യ വൈസ് പ്രസിഡന്റ് പൽപ്പു ആയിരുന്നു. SNDP എന്ന സംഘടന രൂപീകൃതമായത് 1903. SNDP 1903 അതിൻ്റെ ആദ്യ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു, ആദ്യ വൈസ് പ്രസിഡന്റ് പൽപ്പു ആണ്. SNDPയുടെ മുഖപത്രം വിവേകോദയം. SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. വിവേകോദയം എന്ന പേര് നൽകിയത് പൽപ്പു ആണ്. വിവേകോദയത്തിന് വിവേകോദയം എന്ന പേര് നൽകിയതും പൽപ്പു ആണ്. പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ്. പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രീയ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ്. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു. സരോജിനി നായിഡു എന്താ വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്നാണ് പൽപ്പുവിനെ വിശേഷിപ്പിച്ചത്. ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി. എന്താണ്? ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി എന്ന പുസ്തകം പൽപ്പുവിനെ കുറിച്ച് എഴുതിയത് MK സാനു. MK സാനു പൽപ്പുവിനെ കുറിച്ച് എഴുതിയ പുസ്തകമാണ് ധർമ്മബോധത്തിൽ ജീവിച്ച കർമ്മയോഗി. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിൻ്റെ തലേ ദിവസം അന്തരിച്ച നവോത്ഥാന നായകൻ. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിൻ്റെ തലേ ദിവസം അന്തരിച്ച നവോത്ഥാന നായകൻ ഡോക്ടർ പി പൽപ്പു. അന്തരിച്ചത് 1950 ജനുവരി 25. 1950 ജനുവരി 25 പൽപ്പു മരണപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവായ വീഡിയോസിന് വേണ്ടി ASAP സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ.